എന്താ അകത്തൊരു ബഹളം? അത് ടിവിന്നാ. മാഡം ഞാനൊന്ന് പറഞ്ഞു ആശമാരെ എടുത്തു കളയോ, സ്റ്റേറ്റിന് ആശമാരെ വേണ്ട എടുത്തു കളയോ? ഞാൻ പറഞ്ഞോട്ടെ എന്നോട് എനിക്ക് അവസരം തന്നത് ഞാൻ പറഞ്ഞോട്ടെ. പറയുന്നേ ഞാൻ ആരോടും പറയില്ല. ആശമാരെ എടുത്തു കളയുന്നു. നിങ്ങൾ ഈ 26,125 ആശമാരെ സംസ്ഥാന സർക്കാരിന് അത്ര ഗഡ്സ് ഉണ്ട്, എല്ലാരും പിരിച്ചുവിടട്ടെ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി, കബളിക്കൽ പദ്ധതി നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന, മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ, പരിപാടികളിൽ ഞങ്ങളെയൊക്കെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. ഞങ്ങൾ 100, 150, 200 വണ്ടിക്കൂലി ഓട്ടോയ്ക്കും ബസ്സിനും കൊടുത്താണ് ആ പരിപാടികൾ പങ്കെടുക്കാറുള്ളത്. പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിന് വേണ്ടി ഞങ്ങൾക്ക് ഉപകാരമില്ലെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇപ്പോഴും ശിശു മരണ നിരക്കിൽ കേരളം നമ്പർ 1 ആയി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അതും ഈ ആശാപ്രവർത്തകരുടെ കഴിവുകൊണ്ട് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരാളുടെ ഞങ്ങള് 2 പദ്ധതി. ഇപ്പൊ ഫുട്ബോൾ തട്ടുമ്പോൾ ആർക്കും ഞങ്ങളെ തട്ടി കളിക്കാൻ പറ്റില്ല. കേന്ദ്രമാവട്ടെ കേരളമാവട്ടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഭരണകൂടം വ്യക്തമാക്കേണ്ടത്. ഇന്ന് 39 ദിവസമായിട്ട് ഞങ്ങളുടെ ആശാപ്രവർത്തകർ ആ സെക്രട്ടറിയുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ മഴയത്ത് ടാർപ്പയും പിടിച്ചിരുന്നപ്പോൾ പോലും പീരീഡ്സിലായിരുന്ന സ്ത്രീകളെ പോലും ആ ടാർപ്പ അടിച്ചു മാറ്റിയാണ് നിങ്ങളുടെ പോലീസ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ?